എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 14 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ട് VBG റാംജി പദ്ധതി ജൂലൈ 1 മുതൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 5ഇടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. ഒന്നാം മൻമോഹൻ സിംഗ് UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള 2 പതിറ്റാണ്ട് പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇതോടെ ഇല്ലാതെയാകുന്നത്. എന്നാൽ നിലവിലെ പദ്ധതിയുമില്ല, പുതിയ പദ്ധതിയുമില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പദ്ധതി വൈകിപ്പിക്കൽ തൊഴിൽ നഷ്ടം ഉണ്ടാക്കാനും കാരണമായി. ജൂലൈ 1 പ്രാബല്യത്തിൽ എത്തിയാൽ തന്നെ ഈ സാമ്പത്തിക വർഷം 9 മാസമേ തൊഴിൽ നൽകാനാകൂ. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്ന് ഏപ്രിൽ 1 പ്രാബല്യത്തിലാവേണ്ട പദ്ധതിയുടെ ചട്ടങ്ങൾക്ക് രൂപം നൽകാനുള്ള നടപടി സർക്കാർ ചട്ടങ്ങൾക്ക് രൂപം നൽകുന്നത് പുരോഗമിക്കുകയാണ് എന്ന് 2 മാസം മുമ്പേ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചേർന്ന് കരട് ചട്ടങ്ങൾ തയ്യാറാക്കുകയാണ് എന്ന് തിങ്കളാഴ്ചത്തെ പ്രസ്താവനയിലും ആവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ പദ്ധതിയിൽ തൊഴിൽ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ സർക്കാർ ഉത്തരവാദിയായിരുന്നു. പുതിയ നിയമപ്രകാരം ആ അവകാശം ഇല്ലാതെയാകുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ഇനി തൊഴിൽ ലഭിക്കുക. 60 ദിവസം വരെ തൊഴിലുറപ്പ് ജോലി നിർത്തിവെക്കാനും പുതിയ നിയമം പറയുന്നു. 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാം എന്നും പദ്ധതി പറയുന്നു. ഇത് കാർഷിക സീസണിൽ തൊഴിലില്ലാതെയാക്കും. പദ്ധതിയുടെ സ്ഥാപിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നതാണ് പുതിയ ബിൽ. പുതിയ പദ്ധതി പ്രകാരം വിഹിതം 40% സംസ്ഥാനം വഹിക്കണം. പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ മെയ് 15 കർഷക തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത വേദിയും NREGA സംഘർഷ് മോർച്ചയും ചേർന്ന് അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. BBG റാംജി പദ്ധതി പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിവർഷ തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, മിനിമം വേതനം 700 ആക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനുകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടനെ തന്നെ സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഗവർണറുടെ നയപ്രഖ്യാപനവും പുതിയ ബജറ്റൊക്കെ വരാനിരിക്കുകയാണ്. നിരവധി വാഗ്ദാനങ്ങളാണ് UDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ പലതും ആദ്യം തന്നെ നടപ്പിലാകും എന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് 3000 രൂപയിൽ എത്തിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ഓരോ കുടുംബത്തിനും ഓരോ വർഷത്തേക്ക് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, BPL വിഭാഗക്കാർക്ക് സൗജന്യ ഡയാലിസ്, ആന്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കൽ, റബ്ബർ താങ്ങുവില 300 രൂപയാക്കൽ, മിതമായ വിലയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സംസ്ഥാന വ്യാപകമായി ഇന്ദിര ക്യാന്റീനുകൾ, ആശാവർക്കർമാർക്ക് കുറഞ്ഞത് ദിവസവേതനം 700 രൂപയാക്കി വർദ്ധിപ്പിക്കൽ. ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ആദ്യ ബജറ്റിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്ന ആദ്യ സഹായ വിതരണം ക്ഷേമ പെൻഷൻ തന്നെയായിരിക്കും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ഉത്തരവ് വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉത്തരവ് കാണിച്ചിരുന്നു. ഉത്തരവിൽ പറയുന്ന പ്രകാരം 3 ഉത്തരവുകൾ ഒരുമിച്ചാണ് ഇറക്കിയത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ അതാത് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കുകയും പിന്നീട് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യുന്ന നടപടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മെയ് മാസത്തെ ഉത്തരവുണ്ട് എങ്കിലും പുതിയ സർക്കാരാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 20-ാം തീയതി കഴിഞ്ഞാൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് ആരംഭിക്കും. 25-ാം തീയതിയോട് കൂടി പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും. തൊട്ടടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് കയ്യിലും പെൻഷൻ വിതരണം നടക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസവും ലഭിക്കില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അത് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം LDF സർക്കാർ തുടങ്ങുകയും നിർത്തുകയും ചെയ്ത പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. മാർച്ച് മാസത്തെയും ഫെബ്രുവരി മാസത്തേതും മാത്രമാണ് വിതരണം ചെയ്തത്. അതിന് ശേഷം
പിന്നീട് ഏപ്രിൽ മാസത്തിൽ LDF സർക്കാരിന്റെ ഒരു കാലാവധി ആയിട്ട് പോലും ആ ഒരു തുക വിതരണം നടത്തിയില്ല. പിന്നീട് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ കയറുന്ന മാസമാണിത്. ഇതുവരെ അധികാരത്തിൽ കയറിയിട്ടില്ല. കയറിയാൽ പോലും ഈ മാസം ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പദ്ധതി എങ്ങനെയാണ് ഇനി പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം അതിൽ BPL റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് ആ ഒരു തുക ലഭിക്കുന്നത്. ഇതിനി വിപുലീകരിക്കുമോ അതോ താൽക്കാലികമായിട്ട് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കുമോ എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് UDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുമില്ല. നിലവിലുണ്ടായിരുന്ന ഒരു പദ്ധതി ആയിരുന്നു എങ്കിൽ അത് തുറന്നു പോയേനെ. പക്ഷെ LDF സർക്കാർ തന്നെ അത് നിർത്തിയത് കൊണ്ട് അത് എന്താവും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. SSLC റിസൾട്ട് 15-ാം തീയതി പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് വിവരം. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ല എങ്കിൽ പോലും ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് SSLC ഫലപ്രഖ്യാപനം 15-ാം തീയതിയെങ്കിലും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. എന്ന് പ്രഖ്യാപിച്ചാലും SSLC റിസൾട്ടുകൾ വാട്സപ്പിൽ അറിയാനുള്ള സംവിധാനം കേരള വിദ്യാഭ്യാസ വകുപ്പ് IT മിഷൻ മുഖേന നടപ്പിലാക്കുന്നുണ്ട്. റിസൾട്ട് അറിയുക മാത്രമല്ല, SSLC ബുക്കിന്റെ PDF കോപ്പി നമ്മുടെ വാട്സപ്പിൽ ലഭിക്കുകയും ചെയ്യും. 9188619958 എന്ന വാട്സപ്പ് നമ്പറിലൂടെയാണ് ഇത് ലഭിക്കുക. ഈ വാട്സപ്പ് നമ്പറിലേക്ക് റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. തുടർന്ന് രജിസ്ട്രേഷൻ നമ്പറും ജനന തീയതിയും നൽകുക. ഇത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC റിസൾട്ടിന്റെ PDF കോപ്പി നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സംസ്ഥാനത്ത് മെയ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ മെയ് മാസം 15-ാം തീയതി വരെ മാത്രമാണ് വാങ്ങാൻ കഴിയുക. 2 മാസത്തെ റേഷനും ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ് 15-ാം തീയതി വരെ. അത് കഴിഞ്ഞാൽ പിന്നീട് മെയ് മാസത്തെ റേഷൻ മാത്രമാണ് ലഭിക്കുക. മെയ് 30 വരെ മെയ് മാസത്തെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. എല്ലാവിധ റേഷൻ ഭക്ഷ്യസാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്ന് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നു. ഓരോ റേഷൻ കാർഡ് ഉടമകളും വിഹിതങ്ങൾ നഷ്ടപ്പെടുത്താതെ വാങ്ങാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. കേന്ദ്രം ഇറക്കുമതി തീരുവ കൂട്ടിയതിന് പിന്നാലെ 10,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വില വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,23,120 രൂപയായി. ഗ്രാമിന് 1,257 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 15,320 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ